നമസ്കാരം. എം ഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് പരീക്ഷാ ചോദ്യ പേപ്പറൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ നോക്കി കാണും. അപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അതിപ്പോൾ ഒന്നുകിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് NCERT-യിലും SCERT-യിലും ഒക്കെ തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഉദാഹരണം വിവിധ തരം തൊഴിലില്ലായ്മകൾ അത് PSC നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അതുപോലെ തന്നെ NCERT SCERT ബേസ് ചെയ്ത് മറ്റ് പല കാര്യങ്ങളും നമുക്കിവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പുതുതായിട്ട് കറണ്ട് അഫെയർ റിലേറ്റഡ്, അതായത് ഇന്ത്യയിൽ നിലവിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് ആദ്യത്തെ ഒരു സെഷനാണ്. ഈ ഒരു ക്ലാസ്സിന്റെ നോട്ട് എം ഫേവർ കേരള PSC എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നൽകിയിരിക്കും. കൂടാതെ ലേണിംഗ് ആപ്പ് വഴിയും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് എം ഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആദ്യ ഭാഗത്ത് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. NCERT ബേസ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. ബേസിക് മുതൽ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ വരെ ഒരൊറ്റ ക്ലാസ്സിലൂടെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. സജീവമായി ജോലി അന്വേഷിക്കുന്ന ഒരാൾക്ക് ജോലി കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തെയാണ് എന്തെന്ന് പറയുന്നത്, തൊഴിലില്ലായ്മ അഥവാ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത ഞാൻ കണ്ടായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം എന്നാണ് ലേറ്റസ്റ്റ് ഒരു വാർത്ത. അപ്പോ ശ്രദ്ധിക്കണം, സജീവമായി ജോലി അന്വേഷിക്കുന്ന ഒരാൾക്ക് ജോലി കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം, അതിനെയാണ് അൺഎംപ്ലോയ്മെന്റ് അഥവാ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യത്തിന്റെ സുപ്രധാന സൂചകമായാണ് തൊഴിലില്ലായ്മ കാണുന്നത്. അതായത് എക്കണോമിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് ആയിട്ടാണ് എന്തെന്ന് അൺഎംപ്ലോയ്മെന്റ് അഥവാ തൊഴിലില്ലായ്മയെ കാണുന്നത് എന്നുള്ളതാണ്. ഇനി SCERT ബേസ് ചെയ്ത് എന്താണ് തൊഴിലില്ലായ്മ നിരക്ക്? ഞാൻ നേരത്തെ പറഞ്ഞു, ലേറ്റസ്റ്റ് ഒരു വാർത്ത കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലാണ് തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറയപ്പെടുകയുണ്ടായി. ഓക്കെ, അപ്പൊ എന്താണ് തൊഴിലില്ലായ്മ നിരക്ക് അഥവാ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്നുള്ളത് നോക്കാം. തൊഴിലില്ലാത്തവരുടെ, അതായത് ജോലി ചെയ്യാൻ തയ്യാറുള്ള തൊഴിൽ രഹിതർ. ശ്രദ്ധിക്കണം, നമ്മുടെ രാജ്യത്ത് വിവിധ ആളുകളുണ്ട്. ഒരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ലാതെ മടി കാണിച്ച് വീട്ടിൽ കുത്തിയിരിക്കുന്നവരുണ്ട്. എന്നാൽ ജോലി വേണമെന്ന താല്പര്യത്തോടു കൂടി നിൽക്കുന്നവരിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണത്തെ, അത്തരത്തിൽ ആളുകളുടെ എണ്ണത്തെ തൊഴിൽ സേനയുടെ മൊത്തം ആളുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് തൊഴിൽ സേന അഥവാ ലേബർ ഫോഴ്സ്? അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി രണ്ട് തരം ആളുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന്, ഒരു ജോലിയും ചെയ്യാൻ, ഒരു തൊഴിലും ചെയ്യാൻ താല്പര്യമില്ലാതെ മടി കാണിച്ച് വീട്ടിൽ കുത്തിയിരിക്കുന്നവർ. രണ്ട്, തൊഴിൽ ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടും തൊഴിൽ കണ്ടെത്താൻ സാധിക്കാത്തവർ. ഈ രണ്ടുപേരും ചേരുന്നതാണ് തൊഴിൽ സേന അഥവാ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോ രണ്ടാമത് പറഞ്ഞ വ്യക്തികൾ, തൊഴിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും തൊഴിലില്ലാത്തവരുടെ എണ്ണത്തെ എന്തുകൊണ്ട് ഹരിക്കണം? തൊഴിൽ സേനയെ കൊണ്ട്, ലേബർ ഫോഴ്സ് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? തൊഴിലില്ലായ്മ നിരക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നിലവിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളം എന്നാണ് പറയപ്പെടുന്നത്. കറണ്ട് അഫെയർ ആണ് കേട്ടോ. ഇനി അടുത്തത് NCERT പാഠപുസ്തകത്തിലുള്ളതാണ്. തൊഴിൽ സേന പങ്കാളിത്ത നിരക്ക് അഥവാ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, LFPR. UPSC പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. തൊഴിൽ സേനയിലെ മൊത്തം ആളുകളുടെ എണ്ണത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നു. നമുക്ക് തൊഴിൽ സേന എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രായപരിധി ഉണ്ട് അല്ലെ. ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഒന്നും നമ്മൾ ലേബർ ഫോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാറില്ല അല്ലെ. അപ്പോ മുതിർന്നവരായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തൊഴിൽ സേനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ലേബർ ഫോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഈ പറയുന്ന തൊഴിൽ സേനയിലെ മൊത്തം ആളുകളുടെ എണ്ണത്തെ, അതായത് ലേബർ ഫോഴ്സിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? നാഷണൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ നാഷണൽ പോപ്പുലേഷനിൽ എല്ലാവരും ഉണ്ട്. വളരെ വയസ്സായിട്ടുള്ള, തൊഴിൽ ചെയ്യാൻ സാധിക്കാത്ത, തൊഴിൽ മേഖല ലേബർ ഫോഴ്സിന്റെ ഭാഗമല്ലാത്ത, ഇപ്പോൾ 80-90 വയസ്സുള്ളവരൊന്നും ലേബർ ഫോഴ്സിന്റെ ഭാഗമല്ല.
അല്ലെ, ഒരു പ്രായപരിധി ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അവരെല്ലാവരും കൂടെ ചേരുന്നതാണ് നാഷണൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, തൊഴിൽ സേന പങ്കാളിത്ത നിരക്ക് എന്ന് പറയുന്നത്. അടുത്തത് തൊഴിലാളികളുടെ ജനസംഖ്യാ അനുപാതം, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ അഥവാ WPR. അതായത് തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നു. ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ പഠിച്ചതും ഇപ്പോൾ പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. NCERT പാഠപുസ്തകം നമ്മൾ ഒറ്റത്തവണ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റും മറ്റത് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. അല്ലെ, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ലേബർ ഫോഴ്സ്, അതായത് തൊഴിൽ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും തൊഴിലില്ലാത്തവരും തൊഴിൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു വിഭാഗവും, ടോട്ടൽ ഡിവൈഡഡ് ബൈ ഇന്ത്യയുടെ ആകെ പോപ്പുലേഷൻ, ജനസംഖ്യ. അതാണ് എന്ത്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് അഥവാ തൊഴിൽ സേന പങ്കാളിത്ത നിരക്ക്. എന്നാൽ തൊഴിലാളികളുടെ ജനസംഖ്യാ അനുപാതം എന്ന് പറയുമ്പോൾ അവിടെ തൊഴിലുള്ളവരെയാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ തൊഴിലുള്ളവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ രാജ്യത്തെ മൊത്തം ജനസംഖ്യ. ഓക്കെ, തൊഴിൽ സംബന്ധിയായ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും അനുവദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലെ ഒരു വിഷയമാണ് തൊഴിൽ എന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലേബർ അഥവാ തൊഴിൽ എന്നുള്ളത് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? യൂണിയൻ ലിസ്റ്റ് ആണോ, സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ, കൺകറന്റ് ലിസ്റ്റ് ആണോ? ഇത്രയേ ഉള്ളൂ, കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം പാർലമെന്റിനുമുണ്ട്, സംസ്ഥാന നിയമസഭകൾക്കുമുണ്ട്. അല്ലെ, ഏതെങ്കിലും രീതിയിൽ ഒരു ഓവർലാപ്പ് സംഭവിച്ചാൽ രണ്ടുപേരും നിർമ്മിച്ചിരിക്കുന്ന നിയമത്തിൽ ആരുടെയാണ് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു എതിർ ഉണ്ടായിക്കഴിഞ്ഞാൽ പാർലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന നിയമത്തിനാണ് പ്രാധാന്യം ലഭിക്കുക, അതാണ് അംഗീകരിക്കപ്പെടുന്നത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഭരണഘടനയിൽ പഠിക്കുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യം NCERT SCERT പാഠപുസ്തകത്തിൽ മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, അതായത് തൊഴിലില്ലായ്മ, വിവിധ തരം തൊഴിലില്ലായ്മകൾ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം പച്ചയായ മലയാളത്തിൽ വിഴുങ്ങാൻ നിൽക്കരുത്. ഇതിന്റെയൊക്കെ ഇംഗ്ലീഷ് മനസ്സിലാക്കിയതിന് ശേഷം മലയാളത്തിലേക്ക് പോവാം. ഫ്രിക്ഷണൽ എന്ന് പറയുമ്പോൾ കർഷണം എന്നുള്ളതാണ് അല്ലെ. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട്, ഇപ്പോൾ നമുക്ക് ബിടെക്കോ അല്ലെങ്കിൽ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു കഥ ഉണ്ടാക്കി എഴുതും അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് കഥ ഉണ്ടാക്കി എഴുതാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളിവിടെ കാര്യങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് എന്ത് തരത്തിലുള്ള അൺഎംപ്ലോയ്മെന്റ് ആണെന്ന് പറ്റത്തുള്ളൂ. നമുക്കിവിടെ നോക്കാം. തൊഴിലാളികൾ അവരുടെ മുമ്പത്തെ ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലികൾക്കായി തിരയുന്നതിനാൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കുറഞ്ഞ തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന സമയമാണിത്. എനിക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, ഇന്ന് ഞാൻ ആ ജോലി വിട്ടിട്ട് നാളുകളിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജോലിയിലേക്ക് ഞാൻ തെരഞ്ഞു നടക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം, അതായത് ഇന്ന് ഞാൻ ജോലി വിട്ടു, ഇനി അടുത്തൊരു ജോലി കണ്ടെത്തുന്നത് വരെ ഉണ്ടാവുന്ന ആ ഒരു തൊഴിലില്ലായ്മയാണ് കർഷണപരമായ തൊഴിലില്ലായ്മ അഥവാ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. കർഷണപരമായ തൊഴിലില്ലായ്മയുടെ പ്രധാന കാരണങ്ങളിൽ നിന്ന് ജോലിയുടെ ലഭ്യതയെക്കുറിച്ചുള്ള വിവരങ്ങളും അഭാവവും തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ചലനശേഷി ഇല്ലാത്തതുമാണ്. കണ്ടോ, ഇതിനർത്ഥം തൊഴിലാളികൾ ദൂരസ്ഥലത്തേക്കോ പുതിയ സംസ്ഥാനത്തേക്കോ പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു ജോലി, ഇപ്പൊ നമ്മളൊരു ജോലി ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ജോലിക്കായിട്ട് നമ്മൾ തിരഞ്ഞു നടക്കുന്ന ഒരു സമയം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് നല്ലൊരു ഓപ്ഷൻ, നമ്മളെ വീട്ടിന്റെ അടുത്ത് ഒരു ജോലി കിട്ടിയാൽ നല്ലത് എന്ന് ചിന്തിക്കുന്നവരാണ് സർക്കാർ ജീവനക്കാർ. സ്വാഭാവികമായിട്ട് നാട്ടിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ടുള്ളത് കൊണ്ട് തന്നെയാണ് സർക്കാർ ജോലിയിലേക്കും ആളുകൾ എത്തപ്പെടുന്നത്. അല്ലെങ്കിൽ അവർക്കൊക്കെ വിദേശത്ത് പോയി പഠിക്കുകയും അല്ലെങ്കിൽ മറ്റു ജോലികളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഒരു ജോലി, ഇപ്പൊ സർക്കാർ ജോലിയല്ല, ഒരു പ്രൈവറ്റ് ജോലിയാണെന്ന് വിചാരിക്കുക കേട്ടോ. ഇന്നൊരു ജോലിയുണ്ട്, അത് ഞാൻ ഉപേക്ഷിച്ചു. നാളെ എനിക്ക് ഒരു ജോലി കിട്ടിയിരിക്കുക, അത് വന്നിട്ട് തമിഴ്നാട്ടിലാണ്, ഞാൻ പോവും. ദൂരസ്ഥലമായതുകൊണ്ട് ഞാൻ പോകാൻ നിൽക്കത്തില്ല. എൻ്റെ ചലനശേഷി ജോബിന്റെ കാര്യത്തിൽ, എംപ്ലോയ്മെന്റ് കാര്യത്തിൽ ചലനശേഷി 0 വീട്ടിന്റെ അടുത്ത് കിട്ടിയാൽ പോവും. അപ്പൊ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ദൂരസ്ഥലത്തേക്ക് പോകാൻ മടിക്കുന്നു.
ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് എന്തെന്ന് പറയുന്നത് കർശനപരമായ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്നത്. കർഷണം മൂലം തൊഴിൽ രഹിതനായ ഒരു വ്യക്തി വളരെ ചുരുങ്ങിയ സമയത്തേക്ക് തൊഴിൽ രഹിതനായി തുടരുന്നു. കാരണം അവൻ ജോലി കണ്ടെത്തിയിരിക്കും, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവനാണ്, ഓൾറെഡി അവന് എക്സ്പീരിയൻസ് ഉണ്ട്, ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവൻ മറ്റൊരു ജോലി നേടിയിരിക്കും, അതിൽ സംശയം വേണ്ട. പക്ഷെ ഇതിനിടയിൽ ഒരു കാലയളവ്, ഇത്തരത്തിലുള്ള ഒരു കാലയളവ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കോവിഡ് കഴിഞ്ഞു വരുന്ന ഒരു സമയമാണ് അല്ലെ, അല്ലെങ്കിൽ കോവിഡ് കാലഘട്ടമാണ്. കോവിഡ് കാലഘട്ടവും കോവിഡ് കഴിഞ്ഞു വന്ന ഒരു സമയമെല്ലാം ഇന്ത്യയിൽ കർശനപരമായ തൊഴിലില്ലായ്മ നിരക്ക് ഇത്തിരി ഒന്ന് കൂടുതലായിരുന്നു. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. ഇനി ചാക്രിക തൊഴിലില്ലായ്മ അഥവാ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്, ഇതെന്താണെന്ന് നോക്കാം. ഇത്തരത്തിലുള്ള തൊഴിലില്ലായ്മ പ്രധാനമായും സംഭവിക്കുന്നത് ബിസിനസ് മേഖലയിൽ ഉപഭോക്താക്കളിൽ നിന്നുള്ള ഫലപ്രദമായ ഡിമാൻഡിലെ കുറവ് മൂലം ഉൽപാദനം കുറയുകയും തുടർന്ന് തൊഴിലാളികളുടെ ആവശ്യകതയിൽ കുറവ് സംഭവിക്കുമ്പോഴുമാണ്. തൊഴിലില്ലായ്മ ദീർഘകാലത്തേക്ക് സംഭവിക്കുകയും മാന്ദ്യത്തിന്റെ മുഴുവൻ ഘട്ടത്തിലും തൊഴിലാളികൾ തൊഴിലില്ലാതെ തുടരുകയും ചെയ്യുന്നു. 2008 സാമ്പത്തിക പ്രതിസന്ധി മൂലമുണ്ടായ തൊഴിലില്ലായ്മ ഇതിനൊരു ഉദാഹരണമാണ്. മറ്റൊന്നുമല്ല, 2008 തന്നെ ലോകത്താകമാനം ഒരു ഗ്ലോബൽ ക്രൈസിസ് സംഭവിച്ചു. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയതുകൊണ്ടും മറ്റുമല്ല ഇന്ത്യ പിടിച്ചു നിന്നെങ്കിലും മറ്റ് യൂറോപ്യൻ അതുപോലെ അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളിൽ ഇത്തരത്തിലുള്ള സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് അനുഭവപ്പെട്ടു. അതായത് ബിസിനസ്, ഈ പറയുന്ന അമേരിക്ക പോലുള്ള ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളാണല്ലോ, അവിടെ ബിസിനസ് ആണ് അവിടുത്തെ മെയിൻ എന്ന് പറയുന്നത്. അതായത് ബിസിനസ് മേഖലയിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളിന്മേൽ ഡിമാൻഡ് കുറഞ്ഞു. എങ്ങനെ ഡിമാൻഡ് കുറയുന്നത്? ആളുകൾക്ക് എന്ത് സംഭവിക്കും? കയ്യിൽ കാശുണ്ടെങ്കിലല്ലേ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് എന്തെങ്കിലും ജോലി ഉള്ളവരായിരിക്കണം, എങ്കിൽ മാത്രമേ 10 കാശ് അവരുടെ കയ്യിൽ ഉണ്ടാവത്തുള്ളൂ, സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ കാശില്ലാത്തവർ സാധനങ്ങൾ വാങ്ങാൻ നിൽക്കത്തില്ല. അപ്പോൾ ബിസിനസ് മേഖലയിൽ അവർ ഉൽപ്പാദിപ്പിച്ചു വിടുന്ന വസ്തുക്കൾ വാങ്ങാൻ ആളില്ല. അതായത് അത്തരത്തിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾക്ക്, മുന്നേ ആവശ്യമുള്ള വസ്തുക്കൾക്ക്, അത് ആവശ്യമുള്ള വസ്തുക്കളുമുണ്ട്, ആവശ്യമില്ലാത്ത വസ്തുക്കളുമുണ്ട് അല്ലെ. അപ്പോൾ ആവശ്യ സാധനങ്ങൾ പോലും ഡിമാൻഡ് ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അളവ് ആ ഒരു സ്ഥാപനം കുറയ്ക്കും. അപ്പോൾ അളവ് കുറയ്ക്കുന്നതിനനുസരിച്ച് ഇത്രയും ജോലിക്കാരും നമുക്ക് കമ്പനിക്ക് ആവശ്യമില്ല അല്ലേ, അതുകൊണ്ട് കുറച്ച് ആൾക്കാരെ അങ്ങ് പിരിച്ചുവിടുകയും ചെയ്യും. അങ്ങനെ പിരിച്ചുവിട്ടു പോകുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു തൊഴിലില്ലായ്മയാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ദീർഘകാലമാണ്, പിരിച്ചുവിട്ടിരിക്കുക. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എങ്ങനെയാ? ആ ഒരു രാഷ്ട്രത്തിൽ പിന്നെ ഒരു ജോലി കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. കാരണം ആ ഒരു രാഷ്ട്രത്തിൽ ഇത്തരത്തിലൊരു സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചിരിക്കുകയാണ്, ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് സംഭവിച്ചിരിക്കുകയാണ്. മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലി കണ്ടെത്താൻ സാധിക്കാതെ ദീർഘകാലമായിട്ട് തൊഴിലില്ലായ്മ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഘടനപരമായ തൊഴിലില്ലായ്മ അഥവാ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. ശ്രദ്ധിക്കാം, നിലവിലെ തൊഴിലാളികൾക്ക് ആവശ്യമായ വൈദഗ്ധ്യം ഇല്ലാത്തതിനാലാണ് ഇത്തരത്തിലുള്ള തൊഴിലില്ലായ്മ ഉണ്ടാകുന്നത്. പുതിയതും നൂതനവുമായ സാങ്കേതിക വിദ്യകൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നത് അറിയാത്ത തൊഴിലാളികളെ നീക്കം ചെയ്യുന്നു. സാമ്പത്തിക മേഖലയിലെ ഘടനകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഇത്തരത്തിലുള്ള തൊഴിലില്ലായ്മ സംഭവിക്കുന്നത്. ഇന്നിപ്പോ ഡിജിറ്റൽ കാലഘട്ടമാണ്, കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്നവർക്കാണ് കൂടുതലും ഈ പറയുന്ന ജോലി സാധ്യത ഉള്ളത് അല്ലെ. അപ്പോൾ കാലത്തിനനുസരിച്ച് ടെക്നോളജിയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് വ്യക്തമായ അറിവുള്ളവർക്കാണ് ഇന്നിപ്പോ ജോലി കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, IT മേഖലയിലായാലും മറ്റുമൊക്കെ തന്നെ അതല്ലേ. അപ്പോൾ ശ്രദ്ധിക്കാം, നിലവിലുള്ള തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യേക മേഖല, ഇപ്പൊ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അവിടെ എക്സ്പേർട്ട് അല്ല, സ്വാഭാവികമായിട്ടും അയാളെ ഒഴിവാക്കും അല്ലേ. അതായത് പുതിയതും നൂതനവുമായ സാങ്കേതിക വിദ്യകൾ എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് അറിയാവുന്ന വ്യക്തികൾക്ക് ജോലി കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ നാട്ടിൽ കുറവുമായിരിക്കും, താരതമ്യം കുറവായിരിക്കും. അപ്പോൾ പിരിച്ചുവിടുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും. തുടർന്ന് എടുക്കുന്ന ആളുകൾ അതിനനുസരിച്ച് താരതമ്യം കുറവായിരിക്കും അല്ലെ. കാരണം കമ്പ്യൂട്ടറിന്റെ സഹായം ഉണ്ടെങ്കിൽ 2 ആളോ 3 ആളോ ചെയ്യുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി തന്നെ ഒരൊറ്റ ആളിരുന്നങ്ങ് ചെയ്യുകയാണ്. അപ്പൊ ഇത്തരത്തിലുണ്ടാകുന്ന ഒരു തൊഴിലില്ലായ്മയാണ് ഘടനപരമായ തൊഴിലില്ലായ്മ അഥവാ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്.
അപ്പൊ ഇതിനെതിരെയാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ സമരം ചെയ്ത് ഇത്തരത്തിൽ ഒരു തൊഴിലില്ലായ്മ സൃഷ്ടിക്കപ്പെടുമെന്നുള്ള ഒരു ഭയം മൂലമാണ്. ഇന്ന് അവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട കാര്യം കാലിക തൊഴിലില്ലായ്മ അഥവാ സീസണൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. സീസണൽ, ഇത് നമുക്ക് സ്വയം ഉണ്ടാക്കി എഴുതാൻ പോലും സാധിക്കും. ഓരോ സീസൺ അനുസരിച്ച് കിട്ടുന്ന ജോലി അല്ലെ? ഒരു സീസൺ ഉണ്ട്. നമ്മളൊരു കൃഷി ഇറക്കാണ്. ഇപ്പൊ നെൽകൃഷി ചെയ്യുന്ന ഒരു സീസൺ ഉണ്ടല്ലോ, ആ ഒരു സമയം നമുക്ക് ജോലി കിട്ടും, ജോലി ഉണ്ടാവും, വരുമാനം ഉണ്ടാവും. ആ സീസൺ കഴിഞ്ഞാലോ അടുത്തൊരു സീസണായിട്ട് കാത്തിരിക്കണം. അതുപോലെ തന്നെ ടൂറിസം മേഖല, അതൊരു സീസണാണ്. സീസൺ സമയത്ത് അത്യാവശ്യം ആളുകളെ പണിക്കെടുക്കും. സീസൺ കഴിഞ്ഞാലോ വരെ പിരിച്ചുവിടേണ്ട സാഹചര്യം. അത്രയേ ഉള്ളൂ. ഇതാണ് കാലിക തൊഴിലില്ലായ്മ. വർഷത്തിലെ പ്രത്യേക സീസണുകളിൽ ഇത് സംഭവിക്കുന്നു. ചില സീസണുകളിൽ മാത്രം ഉൽപാദന പ്രവർത്തനങ്ങൾ നടക്കുന്ന കൃഷി, അവധിക്കാല റിസോർട്ടുകൾ മുതലായവ ഈ പറയുന്ന ഇതിന് ഉദാഹരണമാണ്. ഓക്കെ, ഇതിനാൽ ഒരു വർഷത്തിൽ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമേ അവർ ജോലി വാഗ്ദാനം ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് കാലിക തൊഴിലില്ലായ്മ അഥവാ സീസണൽ അൺഎംപ്ലോയ്മെന്റ്. വിവിധ തരം അൺഎംപ്ലോയ്മെന്റ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത് കേട്ടോ. ഇതൊക്കെ SCERT NCERT ലെവലില് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി പ്രത്യക്ഷ തൊഴിലില്ലായ്മ അഥവാ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്, ഇത് ലേറ്റസ്റ്റ് പരീക്ഷാ ചോദ്യമായിരുന്നു. വ്യക്തികൾക്ക് ചെയ്യാൻ ജോലി ഇല്ലാത്ത അവസ്ഥയിൽ സംഭവിക്കുന്ന തൊഴിലില്ലായ്മയാണിത്. അതിനാൽ ഇത് നഗ്നമായ തൊഴിലില്ലായ്മ അഥവാ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് അറിയപ്പെടുന്നു. ശ്രദ്ധിക്കണം, പ്രത്യക്ഷ തൊഴിലില്ലായ്മ അഥവാ നഗ്നമായ തൊഴിലില്ലായ്മ. അപ്പോൾ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, എന്നിട്ടും ജോലിയില്ലാത്തവനെയാണ് നമ്മൾ തൊഴിൽ രഹിതൻ എന്ന് പറയുന്നത്. ഇനി യാതൊരു ജോലിയും ചെയ്യാൻ സാഹചര്യമില്ലാത്ത അവസ്ഥ, ജോലി കിട്ടുന്നേയില്ല, ഒരാൾക്കും ജോലി കിട്ടുന്നില്ല, ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്നാണ് അതിനെ പറയുന്നത്. വലിയ നഗരങ്ങളിൽ ഇത് പതിവായി കാണപ്പെടുന്നു, പക്ഷെ ഗ്രാമങ്ങളിൽ ഇത്തരം തൊഴിലില്ലായ്മ കുറവാണ് കേട്ടോ. ഗ്രാമങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ്, എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മണ്ണ് കിളയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യാനോ ഒക്കെ അവർക്ക് അവസരം ഉണ്ടായെന്നിരിക്കും അല്ലെ. ഏതൊരു ജോലിയും അവർക്ക് ചെയ്യാൻ പറ്റും. ഒന്നും അല്ലെങ്കിൽ കടയിൽ ചെന്ന് സാധനങ്ങൾ എടുത്തു കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ ഇന്നിപ്പോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ നഗരവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ. അർബനൈസേഷൻ കാര്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ വലിയ മെട്രോ സിറ്റികളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജോലി കണ്ടെത്താൻ സാധിക്കാതെ മുറിയിൽ കുത്തിയിരിക്കുന്ന ആളുകളുടെ ചരിത്രമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, സിനിമകളും കാണാറുണ്ട്. ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്, നഗ്നമായ തൊഴിലില്ലായ്മയാണ് അതെന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കാം, ജോലി അന്വേഷിച്ച് ഗ്രാമങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലില്ലായ്മ കണക്കാക്കാൻ സാധിക്കുമെന്നതിനാൽ പ്രത്യക്ഷ തൊഴിലില്ലായ്മ എന്ന് ഇതിനെ വിളിക്കുന്നു. ഓക്കെ, ഇനി പ്രച്ഛന്ന തൊഴിലില്ലായ്മ അഥവാ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വ്യക്തികൾ ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ അത് പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ അവസ്ഥയിലേക്ക് നയിക്കുന്നു. ഓക്കെ, മൊത്തം ഔട്ട്പുട്ടിൽ ഒരു വ്യക്തിയുടെ സംഭാവന പൂജ്യമോ നിസ്സാരമോ ആകുന്നു. കാർഷിക പ്രവർത്തനങ്ങൾ പോലുള്ള ഗ്രാമീണ മേഖലകളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്കിപ്പോൾ ഗ്രാമീണ മേഖല തന്നെ എടുക്കാം. അവിടെ തന്നെ കൃഷി എടുക്കുകയാണെങ്കിൽ, ഗ്രാമീണ പ്രദേശങ്ങളിൽ കൃഷി മേഖല എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ നെൽക്കതിരും മറ്റ് കാര്യങ്ങൾ വിത്ത് എറിയുന്നതായാലും അത് വിളവെടുപ്പിന്റെ സമയമായാലും നമുക്ക് കാണാൻ പറ്റും. വയൽ പ്രദേശങ്ങളിൽ ഒരുപാട് പേര് നിന്ന് ജോലി ചെയ്യുന്നുണ്ടാവും, ഒരുപാട് പേര്. നമുക്ക് ആവശ്യമുള്ള വ്യക്തികളെ നിലനിർത്തി നമ്മൾ അത് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വ്യക്തികളുടെയും ഔട്ട്പുട്ട് കൂടുതലായിരിക്കും അല്ലെ. ഒരു വ്യക്തി ചെയ്യുന്ന ജോലിയുടെ ഭാരം കൂടുതലായിരിക്കും, അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടും കൂടുതലായിരിക്കും. 10 പേര് ചെയ്യേണ്ടടുത്ത് 100 പേരെ കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ജോലി ഭാരം വളരെ കുറവായിരിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അനാവശ്യമായി ഒരു ജോലിക്കായി കൂടുതൽ ആൾക്കാരെ എടുക്കേണ്ടി വരുന്ന സാഹചര്യം അല്ലെ. ആ ഒരു സാഹചര്യം ഗ്രാമീണ പ്രദേശങ്ങളിൽ കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് കാണപ്പെടാറുണ്ട്. അതാണ് ഈ പറയുന്ന ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വ്യക്തികൾ ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ അവിടെ ഒരു പ്രച്ഛന്ന തൊഴിൽ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം,
ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ എടുക്കുമ്പോൾ അവർക്ക് തൊഴിലല്ലേ ലഭിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും, അല്ലെ? തൊഴിലല്ലേ ലഭിക്കുന്നത്? അവിടെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണം. 10 പേർ ചെയ്യേണ്ടടുത്ത് 100 പേര് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആ 10 പേര് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന തൊഴിൽ നിന്നുള്ള വരുമാനം, ആ 10 പേരാണ് ചെയ്തിരുന്നെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് കൂടുകയാണ്, അവർക്ക് വരുമാനം കൂടുതലായിരിക്കും. ശരിയല്ലേ? 100 പേരാകുമ്പോഴേക്കും ഓരോരുത്തരുടെയും ഔട്ട്പുട്ട് കുറവായിരിക്കും, അവർക്ക് കിട്ടുന്ന പണവും വളരെ തുച്ഛമായിരിക്കും, വളരെ തുച്ഛമായിരിക്കും. അവിടെയാണ് ഇത്തരത്തിൽ ഒരു തൊഴിലില്ലായ്മ സംഭവിക്കപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ 100 പേരിൽ ഒരാൾ ചിന്തിക്കുകയാണ്, ഞാൻ ഈ ജോലി ചെയ്യുന്നില്ല. വിചാരിക്കാം, ഞാൻ ഈ ജോലി ചെയ്യുന്നില്ല, കാരണം ഒരു 10 പേര് ചെയ്യേണ്ട ജോലി ഞാൻ കുത്തി നിന്ന് ചെയ്തോളാം, ഞാൻ കുത്തിയിരുന്ന് ചെയ്തോളാം, അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യേണ്ട ജോലി, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ജോലി ഞാൻ എടുത്തോളാം, ഒരു സൈഡ് മൊത്തം ഞാൻ ചെയ്തോളാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ 50 പേര് കയറി വരിക. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിന് ഞാൻ എന്തിനാ ചെളിയിലോട്ട് ഇറങ്ങുന്നത് എന്ന ചിന്ത അവിടെ സംഭവിക്കും. ഈ പറയുന്ന ഡിസ്ഗേസ്ഡ് അൺഎംപ്ലോയ്മെന്റ് അഥവാ പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഈ ഒരു ക്ലാസിന്റെ നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യാം. എംഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്യുക, ലേണിംഗ് ആപ്പിലും അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു സെഷനിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് SCERT NCERT ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫെയർ റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത സെഷനിൽ കാണാം. നന്ദി.